പ്രധാന വാർത്തകളിലേക്ക് പോകാം. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചതായി പോലീസ്. കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്നാണ് മൊഴി. വിഷ്ണു കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബാലരാമപുരത്ത് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം അത് കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്നത്. അതായത് ഹരികുമാർ, അതായത് കുട്ടിയുടെ അമ്മാവനാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള ഏറ്റുപറച്ചിലുണ്ടായിട്ടുണ്ട്. ഹരികുമാർ കുഞ്ഞിനെ കിണറ്റിൽ ജീവനോടെ എറിഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസ് കൂടുതൽ മൊഴി ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ് ഹരികുമാറാണ് കൊല നടത്തിയത് എന്നുള്ള കാര്യം. കുട്ടിയുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അമ്മാവനും ഒക്കെ രാവിലെ മുതൽ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ തന്നെ മൊഴി മാറ്റി പറഞ്ഞിരുന്നു. പല ഘട്ടത്തിലും വ്യത്യസ്തമായ രീതിയിലാണ് സംസാരിച്ചിരുന്നത്. അമ്മ ശ്രീതു, അച്ഛൻ ശ്രീജിത്ത് എന്നിവർ പറഞ്ഞത് അമ്മാവനൊപ്പമാണ് കുഞ്ഞ് കിടന്നിരുന്നതെന്നാണ് അച്ഛൻ പറഞ്ഞിരുന്നത്. എന്നാൽ അമ്മ പറഞ്ഞത് അച്ഛനോടൊപ്പമാണ് കുഞ്ഞിനെ കിടത്തിയിരുന്നത് എന്നാണ്. അതിനുശേഷമാണ് അമ്മ എണീറ്റ് പോയതിനു ശേഷം തിരികെ എത്തുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്നായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് പിന്നീട് ഹരികുമാർ കൂടുതൽ ചോദ്യം ചെയ്യലിൽ ഏറ്റുപറച്ചിൽ നടത്തിയിരിക്കുന്നത്. അതായത് താനാണ് കുഞ്ഞിനെ കിണറ്റിലെടുത്ത് എറിഞ്ഞത് എന്നാണ്. അതോടൊപ്പം തന്നെ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയിരുന്നു. ഇൻക്വസ്റ്റ് നടപടികളിൽ നിന്ന് വ്യക്തമായത് ശരീരത്ത് മുറിപ്പാടുകളോ മറ്റു പാടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കിണറ്റിൽ വീഴുന്നതിന് മുമ്പ് കുഞ്ഞിനെ മർദ്ദനമേറ്റോ അല്ലെങ്കിൽ മറ്റു പരിക്കുകളോ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ കുഞ്ഞിന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഏതായാലും കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അമ്മാവൻ തന്നെയാണെന്നുള്ളൊരു വ്യക്തത വന്നിട്ടുണ്ട്. അതിന് എന്ത് കാരണത്താലെന്നുള്ള ബാക്കി കാര്യങ്ങൾ മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടിയിട്ടുണ്ട്. കൃത്യമായ മൊഴി ശേഖരിച്ച് അന്വേഷണം നടത്താൻ തന്നെയാണ് തീരുമാനം. നിലവിൽ കൊലപാതകം അമ്മാവൻ തന്നെയാണ് നടത്തിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്.